ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ 1 ടീസ്പൂൺ എണ്ണ വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇതിലേക്ക് മസാല ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഉള്ളിവടക്കൊക്കെ ചെയ്യുന്ന പോലെ നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് ഞെരടി എടുക്കണം. ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 1 പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്, കാശ്മീരി മുളക് പൊടിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ ചേർക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് കട്ട് ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എടുക്കുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതാണ്. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ആ പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് നമുക്കിത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പാലാണ് കേട്ടോ ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തത്. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക, തണുത്തതോ ചൂടുള്ളതോ ചേർക്കരുത്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പാല് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിവിടെ സോസ് പാനിൻ്റെ താഴെ കുറച്ച് ഓയിൽ പുരട്ടി എടുത്തിട്ടുണ്ട്. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററി ഇല്ലേ, അത് ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വെരി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സ്നാക്ക് നല്ല പോലെ റെഡി ആയിട്ട് കിട്ടും. കണ്ടോ, 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റാണ്. പിന്നെ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഇടയ്ക്കൊരു ചിക്കനും ഉണ്ട്. പിന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്